ഇന്ന് ജനുവരി മാസം 30-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായമാണ്. തമ്മിൽ മത്സരിക്കുന്ന രണ്ട് ഭാര്യമാർ യാക്കോബിൻ്റെ കുടുംബജീവിതത്തിൻ്റെ മാധുര്യമില്ലാതാക്കി എന്ന് നാം കണ്ടു. ഒരു ദൂതായിപ്പഴത്തിന് വേണ്ടി ഒരു രാത്രി സ്വന്തം ഭർത്താവിനെ വാടകയ്ക്കെടുക്കേണ്ടെന്ന ഗതികേടാണ് ലേയ്ക്ക് ഉണ്ടായത്. എന്നാൽ റാഹേലിനാകട്ടെ തനിക്ക് വളരെ മാനസിക ആഘാതമുണ്ടാക്കിയ ഒരു കാര്യം, ലേയ കൂടെ മക്കളെ പ്രസവിക്കുന്നുണ്ട്, പക്ഷേ റാഹേലിനൊരു മകനെയും ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ മാനസിക സംഘർഷത്തിലാണ് റാഹേൽ ജീവിച്ചത്. ദൈവം ഒടുവിൽ റാഹേലിന് ഒരു മകനെ നൽകി. പിന്നെ അവളുടെ മരണസമയത്ത് രണ്ടാമതൊരു മകനെ നൽകി. അവരുടെ കരുണയുള്ള കർത്താവ് റാഹേലിനെ മറന്നില്ല. ദൈവം അവളെ ഓർത്തു. അവൾ ഗർഭം ധരിച്ചു, ജോസഫിനെ പ്രസവിച്ചു. എന്നാൽ റാഹേൽ ജോസഫിനെ പ്രസവിച്ച ശേഷമാണ് യാക്കോബിന് ഗൃഹാതുരത്വം, ഹോം സിക്നസ് ഉണ്ടാകുന്നത്. തൻ്റെ ഭവനത്തിനും ഭാവിക്കും വേണ്ടിയുള്ള വിചാരം അവനെ അസ്വസ്ഥനാക്കി. ജോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് ചിന്തിച്ചു, ഞാനിങ്ങനെ ഈ ലാബാനെയും സേവിച്ചുകൊണ്ട് കാലം മുഴുവൻ കഴിച്ചാൽ എനിക്കെന്താ കിട്ടുന്നത്? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇനി എന്താണ്? എൻ്റെ സ്നേഹപുത്രൻ ജോസഫിന് ഞാൻ എന്താണ് കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ലാബാനൊന്നും തരുമില്ല, അവൻ്റെ ആടുകളെ ഒന്നും തരികയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ് എന്ന് യാക്കോബ് തീരുമാനിച്ചു. അപ്പോൾ കൗശലക്കാരനായ യാക്കോബ് ഇതിനകം തന്നെ ദൈവത്തിൽ ആശ്രയമുള്ളവനായിട്ട് തീർന്നു. യാക്കോബിൻ്റെ പക്ഷം ദൈവം ഉണ്ടെന്നുള്ളത് അവനറിയാമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യാക്കോബിൻ്റെ പറ്റത്തെയാണ് ദൈവം എപ്പോഴും അനുഗ്രഹിക്കുന്നത്. ലാബാനുമായി ചെയ്ത ഉടമ്പടിയിൽ ഓരോരോ സമയത്ത് മാറി മാറി ചെയ്തു. പുള്ളിയുള്ളതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം പുള്ളിയുള്ളത്, മറുവുള്ളതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാം മറുവുള്ളത്. അങ്ങനെ യാക്കോബിൻ്റെ പറ്റം വളരെ വലിയ പറ്റമായി തീർന്നു. സ്വന്തം കുടുംബത്തിനായിട്ട് ഞാൻ എപ്പോൾ കരുതും എന്നുള്ള ചിന്ത യാക്കോബിനെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യാനും ചിന്തിക്കാനും ഉള്ളതായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ലാബാന് ആണെങ്കിൽ യാക്കോബിൻ്റെ പറ്റത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. ഒരുപാട് ആടുകൾ യാക്കോബിനുണ്ടാകുന്നു. തൻ്റേതെല്ലാം യാക്കോബ് മോഷ്ടിക്കുകയാണെന്നൊരു ചിന്തയാണ് ഉണ്ടായത്. കാരണം ലാബാന് ഓരോ പ്രാവശ്യവും ആടിനെ നോക്കാനായിട്ട് വരുമ്പോൾ യാക്കോബിൻ്റെ ആട്ടിൻ പറ്റും വളരെയധികമുണ്ട്, നല്ല ആരോഗ്യമുള്ള ആടുകളാണ്. ലാബാൻ്റെ ആടുകൾ ആണെങ്കിൽ ആരോഗ്യം കുറഞ്ഞ ആടുകളാണ്. അപ്പോൾ അത് ഒരു ദുഃഖത്തിന് കാരണമായി തീർന്നു. ഞാൻ പറയട്ടെ, മക്കൾ ജനിക്കുമ്പോഴാണ് പല പുരുഷന്മാർക്കും ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുന്നത്. ലേയ്ക്ക് മക്കളുണ്ടായെങ്കിലും റാഹേലിന് മകനുണ്ടായപ്പോഴാണ് തൻ്റെ കുടുംബത്തെപ്പറ്റി ഗൗരവമായിട്ട് യാക്കോബ് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. എന്തുകൊണ്ട് അതുവരെ ഉണ്ടായില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരുപക്ഷെ റാഹേലിൻ്റെ മകൻ ഉണ്ടായപ്പോൾ ഇനിയും യാക്കോബിനെ സ്വാധീനിച്ച് ഹാരാനിൽ തന്നെ നിർത്തി തൻ്റെ ജോലിക്കാരനായിട്ട് തുടരുവാനായിട്ട് ലാബാൻ നിർബന്ധിക്കുമോ എന്നൊരു ഭയമുണ്ടായി. അങ്ങനെയെങ്കിൽ എൻ്റെ പിതാവിന് ദൈവം വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന കനാൻ നാട് എൻ്റെ മക്കൾക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ തങ്ങുന്നത് ശരിയല്ല, ഞാൻ തിരിച്ചു പോകേണ്ടത് ആവശ്യമാണ് എന്നൊരു ചിന്ത യാക്കോബിന് തീർച്ചയായിട്ടും ഉണ്ടായി. ഹാരാനിൽ തുടർന്നാൽ അത് തൻ്റെ കുടുംബത്തെ ദോഷകരമായി ബാധിക്കും. അബ്രഹാമിക വാഗ്ദത്തത്തിന് തൻ്റെ സന്തതികൾ അവകാശികളായി തീരാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായേക്കും എന്ന് ഭയപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ശേത്തിന് ഏനോശ് ജനിച്ചപ്പോൾ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയെന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ യഹോവയുടെ നാമത്തിൽ ആരാധന ഉണ്ടായിരുന്നില്ല. ഒരു മകൻ ജനിച്ചപ്പോഴാണ് ഇനി സത്യദൈവത്തെ ആരാധിച്ച് പോകണം എന്ന് ചിന്തിച്ചത്. അതെപ്പോഴും നല്ല കാര്യമാണ്. മക്കൾ ജനിക്കുമ്പോൾ മാതാപിതാക്കൾ ദൈവസേവയെക്കുറിച്ച്, ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ദൈവ ആശ്രയമില്ലാതെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നാൽ വിജയിക്കില്ല എന്നുള്ള ബോധം അവർക്ക് ഉണ്ടായി. ഒരു നല്ല പിതാവിന് എപ്പോഴും ഉണ്ടാകുന്ന ബോധമാണ്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ പിതാവായി ഈ കുഞ്ഞിനെ വിജയകരമായി വളർത്തണമെങ്കിൽ ദൈവത്തെ കൂടാതെ എനിക്കത് കഴിയുകയില്ല. യാക്കോബിന് ആ ചിന്തയുണ്ടായി. ചരിത്രത്തിൽ അങ്ങനെ ചിന്തിച്ച അനേക ആളുകളുണ്ടായി. ഓരോ പുരുഷനും താൻ കുടുംബസ്ഥനാകുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിശ്ചയിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാണ്. എന്നാൽ പല പുരുഷന്മാരും അവർക്ക് മക്കളുണ്ടായാലും ദൈവമുൻപാകെയുള്ള ബന്ധം ക്രമപ്പെടുത്തുവാൻ അവർ കൂട്ടാക്കാറില്ല. മക്കളുണ്ടായ ശേഷവും മദ്യപാനവും അതുപോലെ തന്നെ പുകവലിയും ഡ്രഗ്സ് എടുക്കുകയും അവിഹിത ബന്ധങ്ങളും ഒക്കെ പുലർത്തുന്ന അനേക പിതാക്കന്മാരുണ്ട്. അതൊക്കെ അവരുടെ മക്കൾ കണ്ടാണ് വളരുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നേരെയാകുവാനായിട്ട് സാധിക്കും? എന്നാൽ മക്കളുണ്ടായ ശേഷമെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ക്രമപ്പെടുത്തിയാൽ, കുടുംബാരാധന തുടങ്ങുകയും ധാർമ്മിക നിലവാരം പുലർത്തുകയും
അച്ചടക്കത്തിൽ മക്കളെ വളർത്തുകയും ചെയ്താൽ നമുക്ക് എത്ര നല്ല മക്കളെ ദൈവം തരും, നമ്മുടെ മക്കൾ എത്ര അനുഗ്രഹീതരായിത്തീരും. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ ഭവനത്തിന് നന്മയ്ക്ക് വേണ്ടി ദൈവസംബന്ധമായി ചിന്തിക്കുന്നത് നല്ലതും ആവശ്യവുമാണ്. തെറ്റായ സ്വാധീനങ്ങളിൽ നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മുടെ മക്കൾ നഷ്ടപ്പെടുവാനായിട്ടിടയാകും. മക്കൾ ഉണ്ടായിട്ടും അവരുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കാത്തതായിരിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അനേകരും ഇന്ന് അങ്ങനെയാണ്. അവർക്ക് മക്കളുണ്ടായാലും ദൈവചിന്ത അവർക്കില്ല. ഈ മക്കളെ എങ്ങനെ വളർത്തണമെന്നവർ ചിന്തിക്കാറില്ല. എൻ്റെ മക്കൾ നല്ലവരായിരിക്കണമെന്ന ചിന്ത അവർക്കില്ല. പലപ്പോഴും മാതാപിതാക്കളുടെ തെറ്റായിരിക്കുന്ന ശീലങ്ങളും ശൈലികളും അത് കോപ്പിയടിച്ച് അതുപോലെ തന്നെ ജീവിക്കുന്ന മക്കളെയാണുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, യാക്കോബ് പറഞ്ഞു, യോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ ഭവനത്തിന് വേണ്ടി എപ്പോൾ ചിന്തിക്കും. അങ്ങനെ നമുക്കും ദൈവം തന്നിട്ടുള്ള മക്കളെ നാം കാണുമ്പോൾ അവരെ വളർത്തേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ഞാൻ ദൈവവചനപ്രകാരം എൻ്റെ മക്കളെ വളർത്തും എന്ന് ചിന്തിക്കുകയും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കരുതും എന്ന് ചിന്തിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.